ഗവർണർക്ക് ഈ പല്ലൊരു പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ തവണ ഒരു വർഷത്തിന് മുമ്പാണ് സർക്കാരിന് അദ്ദേഹം രാജ്ഭവനിൽ ഒരു ഡെന്റൽ ക്ലിനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് സമർപ്പിക്കുകയും അത് സർക്കാർ തള്ളുകയും ചെയ്തു. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പല്ല് ഒരു സംസ്ഥാനത്തിൻ്റെ വിഷയമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ രാജ്ഭവനിൽ ഡെന്റൽ ക്ലിനിക്ക് അനുവദിക്കുന്നില്ല. തിരുവനന്തപുരത്തെ ഡെന്റൽ കോളേജിലേക്ക് ഇപ്പോൾ അദ്ദേഹം എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണർ പല്ല് പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ഡെന്റൽ കോളേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിലവിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെ പരമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് SFI സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് സവർക്കറല്ല ആവശ്യം, സർവകലാശാലയ്ക്ക് ഒരു ചാൻസലറെയാണ് ആവശ്യം എന്നാണ് SFI ബാനറുകളിലൂടെ ഗവർണറോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗവർണർ ഡെന്റൽ കോളേജിലേക്ക് കയറുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല്ലിന് അദ്ദേഹം നിരവധി സോഷ്യൽ മീഡിയയിലടക്കം വരുന്നത് പോലെ തന്നെ പല്ലിൽ നിരവധി പാൻപരാഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഗവർണർക്കെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല്ല് പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ രാജ്യത്ത് ഒരു രാജ്ഭവനും ഇല്ലാത്ത ചില കാര്യങ്ങൾ, ഡെന്റൽ ക്ലിനിക്ക് സ്ഥാപിക്കണം രാജ്ഭവനിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നടക്കുന്ന കാര്യമല്ല. അത് സർക്കാർ ആ ആവശ്യം നിരാകരിക്കുകയും ചെയ്തു. രാജ്യത്തെ ഒരു ഗവർണർ പോലും ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പല്ല് പരിശോധനയ്ക്കായി ഗവർണർ തിരുവനന്തപുരം ഡെന്റൽ കോളേജിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി വിജിൻ ചേരുകയാണ്. വിജിൻ, വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇന്നും തുടരുമെന്ന് തന്നെയാണ് SFI അറിയിച്ചിരിക്കുന്നത്. ബാനറുകളിൽ നിരന്തരം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേരളത്തിലെ സർവകലാശാലയ്ക്ക് സവർക്കർമാരെയല്ല വേണ്ടുള്ളത്, ചാൻസലറെയാണ് വേണ്ടതെന്നാണ് പറയുകയും ചെയ്യുന്നു. വളരെ സമാധാനപരമായ ജനാധിപത്യപരമായ പ്രതിഷേധമാണ് SFI അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, വലിയ പോലീസ് സന്നാഹങ്ങൾക്കിടയിലൂടെയാണ് ഗവർണർ ഇപ്പോൾ ദന്തൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഗവർണർ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോഴും വിദ്യാർത്ഥികൾ പുറത്ത് ബാനറുമായി പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദന്തൽ കോളേജിലെയും മെഡിക്കൽ കോളേജിലെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സംഘമാണ് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ബാനർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാൻസലറെയാണ് തങ്ങൾക്ക് വേണ്ടത്, സവർക്കറെയല്ല എന്ന മുദ്രാവാക്യം എഴുതിയിട്ടുള്ള വലിയ ബാനർ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. വലിയ പോലീസ് സന്നാഹം ഇപ്പോഴും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. എന്തായാലും അല്പസമയത്തിനകം ചികിത്സയ്ക്ക് ഡോക്ടറുമായി സംസാരിച്ച് മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത ശേഷമായിരിക്കും തിരിച്ചു വരിക. തിരിച്ചു പോകുന്ന വഴിയിൽ ചില സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് മനസ്സിലായിക്കൊണ്ട് പോലീസ് ആ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ, നടപടികൾ ഒക്കെയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം ശക്തമായി തുടരുമെന്ന് SFI നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്.